ഇഷ്ടപ്പെട്ട പടം കുഴപ്പമില്ല, അടിപൊളിയാണ്. നിങ്ങളല്ലേ പറയുന്നത്? ആ നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ. ഇത് ഈ ഷോ നമുക്കറിയില്ല, അടുത്ത ഈ എല്ലാ ആൾക്കാരും കാണുന്ന ഷോ ഒക്കെ കാണുമ്പോൾ അറിയാം. എന്തായാലും നമ്മളെല്ലാവരും ഹാപ്പിയാണ്, ഈ സിനിമ കണ്ടവരെല്ലാവരും ഹാപ്പിയാണെന്നാണ്. ഇതാണ് ഇതിൻ്റെ റൈറ്റർ കൃഷ്ണകുമാർ. എല്ലാവരും ഹാപ്പിയാണെന്ന് തോന്നുന്നു. പെർഫോമൻസ് എല്ലാം ഗംഭീരമായിരുന്നു. എല്ലാവരുടെയും ഹാപ്പിയാണ്. തിയേറ്ററിൽ എല്ലാവരും നന്നായിട്ട് എല്ലാവരും നന്നായി ചെയ്തു. എല്ലാവർക്കും നല്ല ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും, ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കണം. ഇത് നിങ്ങൾ ഏറ്റെടുത്താൽ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് മേ ബി എന്നിട്ട് ഒരാൾ പുലിവാരോടിക്കുമ്പോഴുള്ള ഒരു നല്ലൊരു ഫീലായിരുന്നു. അടിപൊളി അടിപൊളി. ഭയങ്കര സന്തോഷം അല്ലേ? ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈകോർത്തിരുന്ന് കാണുകയായിരുന്നു. നമ്മുടെ സിനിമയെ പറ്റി നമ്മൾ തന്നെ എന്ത് പറയാൻ, എല്ലാവരും പോയി കാണുക, എന്നിട്ട് പറയാം. എല്ലാവരും ഒരുപാട് ചിരിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ റെസ്പോൺസ് അറിയുന്നത്. ടോട്ടലി ജിത്തു ജോസഫ് മൂവിയാണ്. നമ്മുടെ തമാശകളെല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയത് അതിൻ്റെ സന്തോഷം. ഒരുപാട് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ചിരിയായിരുന്നു. അതെ അതെ അതെ. ഇതിന്റെ അവസാനം മേ ബി കണ്ടിന്യൂ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണോ? അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും സെക്കൻഡ് പാർട്ട് വരണോ വേണ്ടയോ എന്നുള്ളത്. ജിത്തു ജോസഫ് എന്ന് പറഞ്ഞാൽ ത്രില്ലർ മാത്രമല്ല കോമഡി വർക്കൗട്ട് ആവുന്ന പക്ഷേ ഒന്നുകൂടെ തെളിക്കുകയാണ്. ഏത് ജോണ്ടറാണ് ഏറ്റവും ഇഷ്ടം? ജിത്തു ജോസഫിന്റെ ത്രില്ലറാണോ കോമഡി ആണോ? ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളെ നമുക്കൊരു സ്പേസിൽ ലോക്കാക്കി കാണാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സാറിൻ്റെ എല്ലാ രീതിയിലുള്ള പടങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ത്രില്ലറും അതുപോലെ തന്നെ ഹ്യൂമറും ഇഷ്ടമാണ്. അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കേണ്ടത് വൈഫിൻ്റെ അടുത്താണ്. എനിക്കും അതെ, ഞാനും എല്ലാ ജോണറും കാണുന്നതാണ്. എനിക്ക് ഹ്യൂമർ സിനിമ കാണാൻ ഇഷ്ടമാണ്, റോം കോം കാണാൻ ഇഷ്ടമാണ്, ത്രില്ലർ കാണാൻ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ സിനിമയെ പറ്റി നമ്മൾ തന്നെ നല്ലതെന്ന് എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളെല്ലാവരും പോയി കാണുക, കണ്ട ആരും ഇഷ്ടപ്പെടുന്നതാണ്. അതാണ് എനിക്ക് ഒരാൾ പുലിവാരോടിക്കുമ്പോഴുള്ള ഒരു നല്ലൊരു ഫീലായിരുന്നു. അടിപൊളി അടിപൊളി. ഭയങ്കര സന്തോഷം അല്ലേ? ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈകോർത്തിരുന്ന് കാണുകയായിരുന്നു. നമ്മുടെ സിനിമയെ പറ്റി നമ്മൾ തന്നെ എന്ത് പറയാൻ, എല്ലാവരും പോയി കാണുക, എന്നിട്ട് പറയാം. എല്ലാവരും ഒരുപാട് ചിരിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ റെസ്പോൺസ് അറിയുന്നത്. ടോട്ടലി ജിത്തു ജോസഫ് മൂവിയാണ്. നമ്മുടെ തമാശകളെല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയത് അതിൻ്റെ സന്തോഷം. തിയേറ്ററിൽ ഒരുപാട് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ചിരിയായിരുന്നു. അതെ അതെ അതെ. ഇതിന്റെ അവസാനം മേ ബി കണ്ടിന്യൂ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണോ? അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും സെക്കൻഡ് പാർട്ട് വരണോ വേണ്ടയോ എന്നുള്ളത്. ജിത്തു ജോസഫ് എന്ന് പറഞ്ഞാൽ ത്രില്ലർ മാത്രമല്ല